മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന എമ്പുരാന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ വരവേറ്റിരുന്നത്. 18 ദിവസങ്ങളിലായി 36 പോസ്റ്ററുകൾ പുറത്തുവിടാനാണ് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നത്. നിലവിൽ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിടുന്നത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ ആരാധകർ ഏറ്റവും അധികം കാത്തിരുന്ന ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട മൂന്നാമത്തെ പോസ്റ്റർ. ആരാവും മൂന്നാമത്തെ ക്യാരക്ടർ പോസ്റ്ററിലുണ്ടാവുക എന്നത് സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ തന്നെ നടന്നിരുന്നു. ഇതിന് പിന്നാലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അഭിമന്യു സിംഗിന്റെ പോസ്റ്ററാണ് പുറത്തുവന്നത്. എന്നാൽ പോസ്റ്റർ റിലീസിന് പിന്നാലെ ആരാധകരിൽ നിന്നും നിരാശാജനകമായ പ്രതികരണമാണ് വന്നത്. കൊറിയൻ താരം ഡോൺലി മുതൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് താരം റിക്കിയോണിന്റെ പേരുകൾ വരെ വില്ലൻ സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിമന്യുവിനും മുകളിൽ മറ്റൊരു അഡാർ വില്ലൻ സിനിമയിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് പൃഥ്വിരാജ് നൽകുന്നത്. ഖുറേഷിയെ തൊടാൻ ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഇല്ലെന്ന ധാരണയുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കാമെന്നാണ് ക്യാരക്ടർ പോസ്റ്ററിനൊപ്പം പങ്കുവച്ച വീഡിയോയിൽ പൃഥ്വിരാജ് പറയുന്നത്. ഇത് മറ്റൊരു വില്ലനായുള്ള സാധ്യത തുറന്നുവെക്കുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന അണ്ടർവേൾഡ് സിൻഡിക്കേറ്റിനെ തൊടാൻ മാത്രം ശക്തിയുള്ള മറ്റൊരു ഫോഴ്സ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടു പിരിയുന്നത്. ആ ധാരണ ശരിക്കും സത്യമായിരുന്നോ അല്ലെങ്കിൽ തെറ്റായിരുന്നോ? ബാക്കി എമ്പുരാനിൽ കാണാമെന്ന് പറഞ്ഞാണ് പൃഥ്വിരാജ് വീഡിയോ അവസാനിപ്പിക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായും ഖുറേഷി എബ്രഹാം എന്ന ക്രൈം സിൻഡിക്കേറ്റിന്റെ തലവനായും മോഹൻലാൽ എത്തിയ ലൂസിഫറിൽ അദ്ദേഹത്തിന്റെ ജനറലായ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രമായാണ് പൃഥ്വിരാജ് എത്തിയത്. ആദ്യ ഭാഗത്തിൽ കുറച്ചുനേരം മാത്രമാണ് സയ്യിദിന് സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നതെങ്കിൽ എമ്പുരാനിൽ സയ്യിദ് കേന്ദ്ര കഥാപാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2025 മാർച്ച് 27-നാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തുക. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലുമാണെന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.